കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ഒരു ജീവൻ തന്നെ നഷ്ടമായേക്കാം. താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുക. പൊടിപിടിച്ച കണ്ണാടിയല്ല തുടയ്ക്കേണ്ടത്, മറിച്ച് പലതും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ കണ്ണുകളെയാണ്. താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുമ്പിൽ, എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം. ചിലതെല്ലാം വെറും നാട്യങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം. ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് യഥാർത്ഥ ശരി, അതിപ്പോൾ മറ്റൊരാളുടെ ഹൃദയം തകർക്കുന്നതായാലും. ചിലർ നമ്മളെ മാത്രം കാണും, മറ്റു ചിലർ അവരിൽ നമ്മളെ തന്നെ കാണും. അങ്ങനെയുള്ളവരാണ് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നത്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ. നടന്നുകയറുന്ന ചവിട്ടുപടിയിൽ ആരുടെയും കണ്ണുനീർ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഉയരങ്ങൾ കീഴടക്കുമ്പോൾ പിന്നിൽ ഒരാളുടെയും നെഞ്ചു പിളർക്കുന്ന ശാപം ഇല്ലെന്നും ഉറപ്പുവരുത്തണം. അല്ലാത്തവ ഒന്നും തന്നെ നിലനിൽക്കില്ല. കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരികെ കിട്ടുമ്പോൾ ആ വ്യക്തി ആദ്യം ഉപേക്ഷിക്കുന്നത് തന്നെ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആ വടിയെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ആരുടെയും ഊന്നുവടി ആവാതിരിക്കുക. പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കണം. ഇല്ലെങ്കിൽ പിന്നീട് പറയുമ്പോൾ അതെല്ലാം ചോദ്യങ്ങളായി നമുക്ക് നേരെ തിരിയും. പഴയ കാലമൊന്നുമല്ല, ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല. എന്തു കിട്ടും എന്നാലോചിച്ചുകൊണ്ടാണ് ആളുകൾ പരസ്പരം പുഞ്ചിരിക്കുന്നത് തന്നെ. സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അവരനെ എത്തിക്കുന്നതിലല്ല, അവരുടെ ഇഷ്ടങ്ങളിലേക്ക് കൂടി നാം യാത്ര ചെയ്യുക എന്നതാണ് ബന്ധങ്ങളുടെ സൗന്ദര്യം. എന്ത്, എവിടെ, എങ്ങനെ പ്രയോഗിക്കണമെന്ന തിരിച്ചറിവാണ് എല്ലാ പഠനങ്ങളെയും സാധൂകരിക്കുന്നത്. തന്നിലുള്ള കഴിവ്, താൻ സ്വന്തമാക്കിയ അറിവ് എന്നിവ യഥാസമയം യഥാസ്ഥലത്ത് യഥാവിധം ഉപയോഗിക്കാൻ അറിയാവുന്നവരിലാണ് അറിവും കഴിവും പ്രവർത്തനക്ഷമമാകുന്നത്. അവസരോചിതമായി പെരുമാറാൻ കഴിവില്ലെങ്കിൽ നമുക്ക് മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അത്യാവശ്യങ്ങൾ അറിഞ്ഞു നൽകുമ്പോഴാണ് ജീവിതം ആത്മാർത്ഥമാകുന്നത്. കഷ്ടപ്പെടുന്നവർ പിന്നീട് സന്തോഷവാനാകും, എന്നാൽ കഷ്ടപ്പെടുത്തുന്നവർ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല. നല്ലൊരു വ്യക്തിയാവുക, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ അത് മറക്കുക. കാരണം തോന്നലുകളെല്ലാം ശരിയല്ല. നിങ്ങൾ അർഹിക്കുന്നതെന്തോ അത് ഓർക്കുക. കാരണം നിങ്ങൾ അർഹിക്കുന്നതൊന്നും നഷ്ടപ്പെടില്ല.